സുലൈമാനെ ഒരു ചായ, കടുപ്പം കൂടിയാലും കുഴപ്പമില്ല, പാലും പഞ്ചാരയും കുറയ്ക്കണ്ട. ആഹാ, ഗഫൂർക്ക വന്നല്ലോ, ഇന്നത്തെ ചർച്ച ഒന്ന് കൊഴുക്കും. അത് ശരി, അപ്പൊ ചർച്ച തുടങ്ങിക്കഴിഞ്ഞോ? എന്താണ് ഇന്നത്തെ ചിന്താ വിഷയം? ടിപിന്റെ കൊലപാതകം തന്നെയാ വിഷയം. അല്ല, അതല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം മലയാളികൾ മുണ്ടുന്നുണ്ടോ? എന്നാലും ഇത്രയും ചർച്ച ആയ ഒരു കൊലപാതകം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒന്നോര് വരെ ഞെട്ടിപ്പോയില്ലെന്ന്. അത് ശരിയാ ഗഫൂറെ. ഏതായാലും TP സഖാവിന്റെ മരണം വലിയൊരു സങ്കടമാണെങ്കിലും അതുകൊണ്ട് മലയാളികൾക്ക് ചില്ലറ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പറഞ്ഞതാണ് കറക്റ്റ്. എവിടെ സുലൈമാനെ ചായ? വന്നു. ഈ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം, രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപാതകം ചെയ്താല് പണ്ടത്തെ പോലെ പൊടിയും തട്ടി എളുപ്പത്തിൽ രക്ഷപ്പെടാന്ന് ആരും വിചാരിക്കേണ്ട പോലെ. എന്തേലും ഇവിടുത്തെ ഒരു ഏർപ്പാട് 2-3 ആള് കൂടി അങ്ങോട്ട് തീരുമാനിക്കുക, ഒന്നാളെ മുതൽ വേണ്ടാന്ന്, അങ്ങോട്ട് കാച്ചിക്കളയാന്ന്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്. സമഗ്രമായൊരു അന്വേഷണം വേണം. വർക്കിച്ചേട്ടൻ എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടിക്കില്ലേ? ആ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സമഗ്രം എന്ന് പറഞ്ഞാൽ സമഗ്രം എന്ന് പറഞ്ഞാൽ സമുദ്രം, അല്ലാണ്ട് സമുദ്രം എന്ന് പറഞ്ഞാൽ സമുദ്രാവൂലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ച് സമഗ്രമായൊരു പുനരന്വേഷണം വേണം. കണക്കായി പോയി. അങ്ങനാണെങ്കിൽ നമ്മളെ പോലീസുകാർക്ക് അടുത്ത 40 കൊല്ലത്തേക്ക് വേറൊരു കേസും നോക്കാൻ സമയം കിട്ടൂല. അത്രയ്ക്ക് കൊന്നുകൂട്ടിട്ടില്ലെന്ന്. അതിന് പറ്റിയൊരു പണി നമ്മൾ പറഞ്ഞുതരാം. നമ്മളെ നാട്ടിൽ 900 യുവജന സംഘടനകൾ ഉണ്ടല്ലോ. കേസിന്റെ അന്വേഷണം അവരെങ്ങനെ ഏൽപ്പിക്കുന്നത്? തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരമാവും. കൊന്നാ പാവം, തിന്നാ തീരുന്നല്ലേ? എങ്ങനെയുണ്ട് നമ്മളെ ബുദ്ധി? സുലൈമാനെ പറ്റിലെഴുതിക്കോ.